ഈ വിദേശത്ത് പോയ അതേ മന്ത്രിയുടെ വകുപ്പിനെ കുറിച്ച് തന്നെയാണ് ഈ ബാർക്കോഴ ആരോപണം അടഞ്ഞ അധ്യായമാണോ? അല്ല, ഈ ബാർക്കോഴ ആരോപണത്തെക്കുറിച്ച് ഞങ്ങൾ UDF ആവശ്യപ്പെട്ടതെന്താ, 2 മന്ത്രിമാർക്ക് ഇതിന് ഉത്തരവാദിത്വമുണ്ട്. ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചപ്പോഴേ UDF പറഞ്ഞു ഒരു തരത്തിലും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണം നടക്കില്ല, അതുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് കാണിക്കാനാണ് ക്രൈംബ്രാഞ്ച് തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഞങ്ങൾ കേസ് മുന്നോട്ട് പോകുന്നില്ല. പിന്നീട് വന്ന എല്ലാ വാദങ്ങളും ടൂറിസം മന്ത്രി എന്താ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല. തന്നെ ഇങ്ങനൊരു യോഗം നടന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ച യോഗത്തിൻ്റെ മിനിറ്റ്സ് എല്ലാം പുറത്തു വന്നല്ലോ. ഈ അബ്കാരി പോളിസി ഡിസ്കസ് ചെയ്യാനാണ് വിളിച്ചത്. ഇതെല്ലാം ടൂറിസം മന്ത്രി കൈമലത്തുന്നത് എന്താ, ഡ്രൈ ഡേ ഒഴിവാക്കണം എന്ന് ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രിയാണ്. ബാറുകളുടെ സമയം 12 മണിയാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. തോമസ് ഐസക്ക് മുൻ ധനകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, സംസ്ഥാനത്തിൻ്റെ വരുമാനം എക്സൈസ് വരുമാനം ടൂറിസത്തിലൂടെയുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ നിന്ന് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഡ്രൈ ഡേ മാറ്റാൻ. അങ്ങനെയാണ് ഈ ശബ്ദ സന്ദേശത്തിൻ്റെ പിന്നിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഞങ്ങളേതായാലും ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടിയുള്ള ശക്തമായ സമരം ആരംഭിക്കും. നിയമസഭ 10-ാം തീയതി തുടങ്ങുകയാണ്. തുടങ്ങിയാലുടൻ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് UDF നിയമസഭയുടെ മുമ്പിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിനും ഉണ്ടായ പരാജയം, അതിന് വലിയ കനത്ത വില കൊടുക്കേണ്ടി വരും. അടിയന്തിരമായി ഇപ്പോൾ വെള്ളപ്പൊക്കം മൂലം ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊന്നല്ല. പക്ഷെ അതൊന്നും ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി അടിയന്തിരമായി ഈ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ടാണ് മന്ത്രിമാർ പോകാത്തത്. ഇവിടെ ചീഫ് സെക്രട്ടറി ഇല്ലേ, കളക്ടർമാരില്ലേ, അവരല്ലേ ഭരണ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടവർ. അടിയന്തിരമായി ഉന്നതതല യോഗം കൂടി ഈ വെള്ളപ്പൊക്കവും അതുപോലുള്ള ഈ ഓരോ നഗരങ്ങളിലും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം. മഴക്കെടുതിയിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ കാലത്തും റവന്യൂ വകുപ്പ് സഹായം കൊടുക്കാറുണ്ട്. 7 പേരോ 8 പേരോ മരിച്ചു, അവർക്ക് സഹായം കൊടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ല സാർ, ഈ താങ്കൾ KSUവിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KSUവിലുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ ചില പ്രശ്നങ്ങളൊക്കെ കണ്ടു. അതിനെക്കുറിച്ചൊന്നും പരസ്യമായ ഒരു അഭിപ്രായം പറയാൻ ഞാനില്ല. കാരണം അല്ലല്ല, അതിനെക്കുറിച്ചൊന്നും, കാരണം ഇതൊക്കെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ്. അത് പത്രങ്ങളോട് പറയുന്നതോ പരസ്യമായി ഇതിന് വാർത്ത കൊടുക്കുന്നതോ ഒന്നും ശരിയല്ല എന്നാണ്. അതെല്ലാം ആ സംഘടനയ്ക്ക് അന്വേഷിക്കാനും അതിൻ്റെ മേൽഘടകങ്ങളുണ്ടല്ലോ, NSC ഉണ്ടല്ലോ, അതിനെല്ലാം സംവിധാനം ഉണ്ടല്ലോ. ഏതായാലും KSU ക്യാമ്പിൽ വെച്ച് ഈ പൂക്കോട്ടൂർ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ചെയ്തതുപോലെ ആരെയും 3 ദിവസം തുണിയില്ലാതെ കടത്തി അടിക്കുകയും ആക്രമിക്കുകയും തകർക്കുകയും ഒന്നും ചെയ്തില്ലല്ലോ. ഇത് ക്യാമ്പിലുണ്ടായിട്ടുള്ള കാര്യം അവർക്ക് അന്വേഷിക്കാം, നടപടിയെടുക്കാം. അതിനെല്ലാം വിദ്യാർത്ഥി സംഘടന എന്ന നിലയിലേക്ക് അവർ സ്വാതന്ത്ര്യമുണ്ട്.